എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നാളെ സോഷ്യൽ സയൻസ് എക്സാമാണ്. ആ എക്സാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ എക്സാം കഴിയുന്ന മുറയ്ക്ക് നമ്മൾ എല്ലാത്തിൻ്റെയും ആൻസർ കീയും പബ്ലിഷ് ചെയ്യുന്നതാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യിക്കാനും മറക്കരുത്. നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. വി ഹാവ് അറൈവ്ഡ് അറ്റ് കൺക്ലൂഷൻ അബൌട്ട് ദ ഷേപ്പ് ഓഫ് എർത്ത് ത്രൂ വേരിയസ് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പീരിമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഷേപ്പ് ഓഫ് എർത്തിൻ്റെ ഷേപ്പിനെ പറ്റിയിട്ട് പല ഒബ്സർവേഷൻസും അതേപോലെ തന്നെ പല എക്സ്പീരിമെൻറ്റിലൂടെയാണ് നമ്മുടെ ഭൂമിക്ക് ഇന്ന ഷേപ്പാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ അതിന് ഒരുപാട് സയൻറ്റിസ്റ്റ് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഒബ്സർവേഷൻ നടത്തിയത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. Nowadays we have many scientific evidences about the shape of earth. അപ്പോൾ ഇന്ന് നമുക്ക് ഷേപ്പ് ഓഫ് എർത്തിൻ്റെ ഷേപ്പിനെ പറ്റിയിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള തെളിവുകളുണ്ട്. The spherical shape of earth is slightly flattened at the poles and bulged at the equator. Name this spherical shape. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് എന്താണ്? എർത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? ഈ സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ്, കുറച്ച് ഫ്ലാറ്റൻഡ് പരന്നിട്ടാണ്. അറ്റ് ദ പോൾസിൽ കുറച്ച് പരന്നിട്ടാണ്. ആൻഡ് ബൾജ്ഡ് അറ്റ് ദ ഇക്വേറ്ററിലേക്ക് ആകുമ്പോൾ ബൾജ് ചെയ്ത് നിൽക്കുകയാണെന്നാണ് ഇപ്പം നമ്മൾ ഷേപ്പിനെ പറ്റി പറയുന്നത്. ആ ഒരു ഷേപ്പിനൊരു പേരുണ്ട്, ഈ സ്ഫെറിക്കൽ ഷേപ്പിനൊരു പേരുണ്ട്. അതെന്താണെന്നാണ് ആദ്യത്തെ ചോദ്യം. ഇറ്റ് ഈസ് ജിയോയിഡ്, സ്പെല്ലിങ് JEOID. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സം കൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു ദ ഷേപ്പ് ഓഫ് എർത്ത് ആർ ഗിവൺ ബിലോ. അറേഞ്ച് ദീസ് കൺസെപ്റ്റ് ഫ്രം ഏൻഷ്യൻ ടു മോഡേൺ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഫെറിക്കൽ ഷേപ്പ്, അതായത് ജിയോയിഡിൽ എത്തുന്നതിന് മുമ്പ് ഒരുപാട് ഒബ്സർവേഷൻ നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെന്താക്കാൻ നോക്കാം. ഗ്രീക്ക് ഫിലോസഫർ പൈതഗോറസ് ആൻഡ് അരിസ്റ്റോട്ടിൽ എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് എർത്ത് ഈസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. ഓക്കെ, പിന്നെ തേൾസ് ബിലീവ്ഡ് ദാറ്റ് ദ എർത്ത് ഈസ് സ്ഫെറിക്കൽ ദാറ്റ് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ. ആദ്യം എന്താണ്, ഇത് ഓർഡറിലല്ല തന്നത്, നമ്മൾ ഓർഡറിലാക്കണം. എന്നാലും ഇതൊന്ന് വായിച്ച് നോക്കാം. ഗ്രീക്ക് ഫിലോസഫറായ പൈതഗോറസും അരിസ്റ്റോട്ടിലും പറഞ്ഞത് എർത്ത് ഈസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ് എന്നാണ്. തേൽസ് എന്താണ് പറഞ്ഞത്? ഈസ് എ സ്ഫിയർ ദാറ്റ് ഫ്ലോട്ട്സ് ഓൺ വാട്ടറിൽ പൊങ്ങി നിൽക്കുന്ന ഒരു സ്ഫിയറാണെന്നാണ് പറഞ്ഞത്. മഗല്ലൻ വോയേജ് ഫൗണ്ട് ദാറ്റ് വേൾഡ് പ്രൂവ്ഡ് ദാറ്റ് എർത്ത് ഈസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. മഗല്ലൻ ലോകം ചുറ്റി എന്നിട്ട് പറഞ്ഞു എർത്ത് ഈസ് ഇൻ സ്ഫെറിക്കൽ ഷേപ്പ്. ഇനി നെക്സ്റ്റ്, ആര്യഭട്ട സ്ട്രോങ്ലി ബിലീവ്ഡ് ദാറ്റ് ദ ഷേപ്പ് ഓഫ് എർത്ത് ഈസ് സ്ഫെറിക്കൽ ആൻഡ് സ്പിൻസ് ഓൺ ആൻ ഇമാജിനറി ആക്സിസ്. ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ആര്യഭട്ട പറഞ്ഞു ഇത് സ്ഫെറിക്കൽ ഷേപ്പാണ്, അതൊരു ഇമാജിനറി ആക്സിസിൽ ഇങ്ങനെ കറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പണ്ട് മുതൽ ആദ്യം കണ്ടെത്തിയത് ആ ഓർഡറിലാണ് നമ്മൾ എഴുതേണ്ടത്. അറേഞ്ച് ദീസ് കൺസെപ്റ്റ് ഫ്രം ഏൻഷ്യൻ ടു മോഡേൺ. പുരാതന കാലം തൊട്ട് മോഡേൺ വരെയുള്ള ആ ഒരു ഇൻസിഡൻ്റാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആദ്യം തേൽസ് ആണ് പറഞ്ഞത്. തേൽസ് ബിലീവ്ഡ് ദാറ്റ് ദ എർത്ത് ഈസ് എ സ്ഫിയർ ഓഫ് ഫ്ലോട്ടിംഗ് ഓവർ വാട്ടർ. അങ്ങനെയാണ് തേൽസ് പറഞ്ഞത്. പിന്നെയാണ് പൈതഗോറസും അരിസ്റ്റോട്ടിലും പറഞ്ഞത് ഹാവിങ് സ്ഫെറിക്കൽ ഷേപ്പ്. നെക്സ്റ്റ്, ആര്യഭട്ട ബിലീവ്ഡ് എർത്ത് ഈസ് ഹാവിങ് സ്ഫെറിക്കൽ ഷേപ്പ് ആൻഡ് ഈസ് റിവോൾവിംഗ് ഓൺ ഇറ്റ്സ് ആക്സിസ്. ലാസ്റ്റ് വൺ, മഗല്ലൻ പ്രൂവ്ഡ് ദാറ്റ് എർത്ത് ഈസ് റൗണ്ട് ബൈ ട്രാവലിംഗ് അറൗണ്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഈ ഒരു പാഠവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് റെവല്യൂഷൻ? എന്താണ് റെവല്യൂഷൻ? നമ്മൾ റൊട്ടേഷനും റെവല്യൂഷനും പറഞ്ഞു. വാട്ട് ഈസ് റെവല്യൂഷൻ? അലോങ് വിത്ത് ദ റൊട്ടേഷൻ ഓൺ ഇറ്റ്സ് ആക്സിസ് ദ എർത്ത് ഓൾസോ മൂവ്സ് അറൗണ്ട് ദ സൺ. അപ്പോൾ എർത്തിന് എന്താണ്, ഒരു ഇമാജിനറി ആക്സിസ് ഉണ്ട്, അതിൽ സ്വയം അത് കറങ്ങാമെന്ന് നമ്മൾ പറഞ്ഞു. അതിനാണ് നമ്മൾ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എർത്ത് എന്താണ്, സണ്ണിനെ ചുറ്റുകയും ചെയ്യുന്നുണ്ട്, സൂര്യനെ വലം ചുറ്റുന്നുണ്ട്. അപ്പോൾ ആ അലോങ് വിത്ത് ദ റൊട്ടേഷൻ ഓൺ ഇറ്റ്സ് ആക്സിസ് ദ എർത്ത് ഓൾസോ മൂവ്സ് അറൗണ്ട് ദ സൺ. സണ്ണിന് ചുറ്റും കറങ്ങുന്നുണ്ട്. ദ മൂവ്മെൻറ്റ് ഓഫ് എർത്ത് അറൗണ്ട് ദ സൺ ഈസ് കോൾഡ് റെവല്യൂഷൻ. അപ്പോൾ ഈ ഒരു സണ്ണിന് ചുറ്റുമുള്ള ആ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ റെവല്യൂഷൻ ഓഫ് ദ എർത്ത്? ഇനി ഈ എർത്തിൻ്റെ റെവല്യൂഷന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അതെന്തൊക്കെയാണ്?
ദ എർത്ത് ഗോസ് അറൗണ്ട് ദ സൺ ഇറ്റ്സ് എലിപ്റ്റിക്കൽ പാത്ത്. ഒരു പാത്തിലൂടെയാണ്, വെറുതെ അങ്ങോട്ട് കറങ്ങല്ല, ഒരു എലിപ്റ്റിക്കൽ പാത്തിലൂടെയാണ്, ഒരു സുസ്ഥിരമായ ഒരു വഴിയുണ്ട്, ഒരു വേ ഉണ്ട്, അതിലൂടെയാണ് എർത്ത് സണ്ണിനെ ചുറ്റുന്നത്. ആ ഒരു പാത്തിന് പറയുന്ന പേരാണ് ഓർബിറ്റ്. ഇറ്റ് ടേക്സ് 365 ഡേയ്സ് ടു കംപ്ലീറ്റ് വൺ റെവല്യൂഷൻ. ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 365 ഡേയ്സ് ആണ് എടുക്കുന്നത്. ഡു നോട്ട് ഗെറ്റ് സൺലൈറ്റ് ഈക്വലി ഇൻ ഓൾ പ്ലേസസ്. എല്ലാ സ്ഥലത്തും സൺലൈറ്റ് ഒരുപോലെയല്ല കിട്ടുന്നത്. ഓക്കെ, ഡു നോട്ട് ഗെറ്റ് സൺലൈറ്റ് ഈക്വലി ഇൻ ഓൾ പ്ലേസസും. വി എക്സ്പീരിയൻസ് ഡിഫറെൻറ്റ് സീസൺ. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഡിഫറെൻറ്റ് സീസൺ അനുഭവപ്പെടുന്നത് എർത്തിൻ്റെ റെവല്യൂഷൻ കൊണ്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഡേ ആൻഡ് നൈറ്റ് ഒക്കർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? റൊട്ടേഷൻ കൊണ്ടാണ്. ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാകുന്നത് എന്താണ്? റൊട്ടേഷൻ കൊണ്ടാണ്. എന്നാൽ ഡിഫറെൻറ്റ് സീസൺ ഉണ്ടാകുന്നത് എന്താണ്? അതിന് കാരണം എർത്തിൻ്റെ റെവല്യൂഷനാണ്. അപ്പം നമുക്ക് 2 മൂവ്മെൻറ്റ്സ് ആണ് പഠിക്കാനുള്ളത്, റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ്സ് ഹാവ് ടു ലൊക്കേറ്റ് പ്ലേസ് ഓൺ എർത്ത്. ഈ എർത്തിൽ ഈ ലാറ്റിറ്റ്യൂഡിൻ്റെ ലോങ്ങിറ്റ്യൂഡിൻ്റെ പങ്ക് എന്താണ്? അത് എവിടെയാണ്? പ്ലേസ് ലൊക്കേറ്റ് ചെയ്യാനാണ് നമ്മളെ സഹായിക്കുന്നത് അല്ലേ? ഹെൽപ്പ് ടു ലൊക്കേറ്റ് എ പ്ലേസ് ഓൺ എർത്ത്. ഒരു എർത്തിൽ എവിടെയാണ് ആ പ്ലേസ് എന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ആരാണ്? ലാറ്റിറ്റ്യൂഡ്സും ലോങ്ങിറ്റ്യൂഡാണ്. റീഡ് എ നോട്ട് പ്രിപ്പയർഡ് ബൈ അപ്പു അബൌട്ട് ലോങ്ങിറ്റ്യൂഡ്സ്. ലോങ്ങിറ്റ്യൂഡ്സിനെ കുറിച്ച് അപ്പു എഴുതിയ നോട്ടാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കുക. ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ നേരെ വിപരീതമായിരിക്കും ചോദിച്ചിട്ടുണ്ട്. പ്രിപ്പയർ ഷോർട്ട് നോട്ട് ഓൺ ലോങ്ങിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എഴുതാം. ഇനി ഓൾ ലോങ്ങിറ്റ്യൂഡ്സ് ഹാവ് ഈക്വൽ ലെങ്ത്. ലോങ്ങിറ്റ്യൂഡ്സിനൊക്കെ ഒരേ ലെങ്ത്താണ്. ലോങ്ങിറ്റ്യൂഡ്സ് ആർ ലൈൻസ് ദാറ്റ് ആർ ഡ്രോൺ ഓൺ ജോയിനിങ് ബോത്ത് പോൾസ് അറ്റ് ദ ഓൺ ദ ഗ്ലോബ്. അപ്പോൾ ഗ്ലോബ് നമുക്കറിയാലോ, ഇങ്ങനെയാണ് ഗ്ലോബിൻ്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള 2 പോൾസിനെ കണക്ട് ചെയ്യുന്ന ആ ലൈനുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോങ്ങിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ലോങ്ങിറ്റ്യൂഡ്സ് ആർ ലൈൻസ് ദാറ്റ് ആർ ഡ്രോൺ ജോയിനിങ് ബോത്ത് ദ പോൾസ് ഓൺ ദ ഗ്ലോബ്. അപ്പം പോൾസാണ്, ഈ 2 അറ്റത്തും പോൾസാണ്, അതിനെ കണക്ട് ചെയ്യുന്ന ആ ലൈനിനെയാണ് എന്ത് പറയുന്നത്? ലോങ്ങിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ദ ലോങ്ങിറ്റ്യൂഡ്സ് അലോങ് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ ആർ കോൾഡ് ഈസ്റ്റ് ലോങ്ങിറ്റ്യൂഡ്സ് ആൻഡ് ദോസ് അലോങ് വെസ്റ്റേൺ ഹെമിസ്ഫിയർ ആർ കോൾഡ് വെസ്റ്റ് ലോങ്ങിറ്റ്യൂഡ്സ്. അപ്പോൾ ലോങ്ങിറ്റ്യൂഡ്സ് ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലുള്ളതിനെ ഈസ്റ്റേൺ ലോങ്ങിറ്റ്യൂഡ്സ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ വെസ്റ്റിലുള്ളതിനെ വെസ്റ്റേൺ ലോങ്ങിറ്റ്യൂഡ്സ് എന്ന് പറയുന്നു. ലോങ്ങിറ്റ്യൂഡ്സ് ആർ ഡ്രോൺ വെർട്ടിക്കലി ഓവർ ദ ലാറ്റിറ്റ്യൂഡ്സ്. ഓക്കെ, ഇനി അതേപോലെ പ്രിപ്പയർ ഷോർട്ട് നോട്ട് ഓൺ ലാറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ലോങ്ങിറ്റ്യൂഡിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, ലാറ്റിറ്റ്യൂഡിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്. ദ വെർട്ടിക്കൽ ലൈൻസ് മാർക്ക്ഡ് ഓൺ ദ ഗ്ലോബ്സ് ആർ കോൾഡ് ലോങ്ങിറ്റ്യൂഡ്സ് ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻസ് ആർ കോൾഡ് ലാറ്റിറ്റ്യൂഡ്. ഇപ്പോൾ വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്നത് അല്ലേ, ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ലോങ്ങിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞത്. അതായത് പോൾസിനെ കണക്ട് ചെയ്യുന്ന. ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ്, ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്, അതിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. സച്ച് ലൈൻസ് ഷോൺ ഓൺ ദ ഗ്ലോബ്സ് ആൻഡ് മാപ്സ് ആർ ഇമാജിനറി ലൈൻസ്. ഇതൊരു ഇമാജിനറി ലൈൻസ് ആണ്. ലാറ്റിറ്റ്യൂഡ്സ് ലൈൻസ് എക്സെപ്റ്റ് നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ആർ സർക്കിൾസ്. ലാറ്റിറ്റ്യൂഡ് ലൈൻസ് എക്സെപ്റ്റ് നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ആർ സർക്കിൾസ്. ലോങ്ങിറ്റ്യൂഡ് ലൈൻസ് കണക്ട് ദ നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ദേ ആർ ഇൻ സെമി സർക്കിൾ. അപ്പോൾ ലോങ്ങിറ്റ്യൂഡ് ലൈൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സെമി സർക്കിളാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ആക്ടിവിറ്റി 3 നോക്കാം. ദ ഹൗസ് ദാറ്റ് വി ബിൽഡ്, ദ ഡ്രസ് വി വിയർ ആൻഡ് ദ ഫുഡ് വി ഈറ്റ് ആർ നോട്ട് മെയ്ഡ് യൂസിങ് ദ മെറ്റീരിയൽസ് ഫ്രം അവർ സറൗണ്ടിങ്സ് ബട്ട് പിഗ്മീസ് ടോട്ടലി ഡിപ്പെൻഡ് ഓൺ നേച്ചർ ഫോർ ദെയർ ലിവിങ്. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന വീട്, നമ്മൾ ഉടുക്കുന്ന ഡ്രസ്സ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒന്നും നമ്മളെ വീട്ടിൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതല്ലാതെ നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്നൊന്നും നമുക്ക് കിട്ടുന്നതല്ല. പക്ഷേ പിഗ്മീസ് ടോട്ടലി ഡിപ്പെൻഡ് ഓൺ നേച്ചർ ഫോർ ദെയർ ലിവിങ്. പിഗ്മീസ് എന്ന് പറയുന്നത് അവരുടെ ലിവിങ്ങിന് വേണ്ടിയിട്ട് എന്താണ്, നേച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. വേർ ഡു പിഗ്മീസ് ലിവ്സ്? പിഗ്മീസ് ലിവ് ചെയ്യുന്ന എവിടെയാണ്? കോങ്കോ ബേസിൻ, ആഫ്രിക്ക. എവിടെയാണ് പിഗ്മീസ് ജീവിക്കുന്നത്? കോങ്കോ ബേസിൻ. മറക്കരുത്, പിഗ്മീസ് ലിവ് ഇൻ കോങ്കോ ബേസിൻ ഇൻ ആഫ്രിക്ക. ഇനി നെക്സ്റ്റ് അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ എന്താണ്? പ്രിപ്പയർ നോട്ട് സ്റ്റേറ്റിംഗ് ദ റിലേഷൻ വിത്ത് നേച്ചർ ഓഫ് ദ ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ ഓഫ് പിഗ്മീസ്. അപ്പോൾ അവരുടെ
ഫുഡിനെയും ഷെൽട്ടറിനെ കുറിച്ച് നോട്ട് എഴുതാനാണ്. ദേ ആർ മെയിൻലി ഡിപ്പെൻഡ് അപ്പോൺ ഫോറസ്റ്റ്. അവർ മുഴുവനായിട്ട് എവിടെയാണ് പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫോറസ്റ്റിനെയാണ്. ഹണ്ടിങ് ഈസ് ദ പ്രൈം ഓക്യുപ്പേഷൻ. അവരുടെ ശരിയായ ഓക്യുപ്പേഷൻ എന്താണ്? ഹണ്ടിങ് ആണ്. ദേ ബിൽഡ് സെമി സർക്കുലർ ഹൗസസ് ഔട്ട് ഓഫ് ബ്രാഞ്ചസ് ഓഫ് ട്രീസ് ആൻഡ് ബ്രോഡ് ലീവ്സ് അവൈലബിൾ ഇൻ ദ ഫോറസ്റ്റ്. അവരെങ്ങനെയാണ് വീടുണ്ടാക്കുന്നത്? സെമി സർക്കുലർ ഹൗസസ് ആണ്. അത് ട്രീസിൻ്റെ ബ്രാഞ്ചസിൽ നിന്നും അതേപോലെ തന്നെ വിശാലമായ ലീവ്സ് കൊണ്ടും അത് അവൈലബിൾ ഇൻ ദ ഫോറസ്റ്റിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇനി നമുക്ക് ആക്ടിവിറ്റി 4 നോക്കാം. ദ ക്ലൈമറ്റ് ആൻഡ് ഫ്ലോറ ആൻഡ് ഫോണ ആൻഡ് ഡെസേർട്സ് ഹാവ് ഇറ്റ്സ് ഓൺ ഫീച്ചേഴ്സ്. അപ്പം നമ്മൾ ഡെസേർട്ടിലെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് പഠിച്ചാണല്ലോ. അപ്പോൾ അതൊക്കെ അതിന് അവിടുത്തെ ചെടികൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അതൊക്കെയാണ് നമ്മളോട് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. എ ഫ്രൂട്ട് വിച്ച് ഗ്രോസ് ഇൻ ഡെസേർട്ട് ഇൻ കോമൺലി അവൈലബിൾ ഇൻ കേരള, നെയിം ദ ഫ്രൂട്ട്. ഇപ്പോൾ ഡെസേർട്ടിലുള്ള ഒരു ഫ്രൂട്ട് നമ്മുടെ കേരളയിൽ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അതെന്താണ്? ഡേറ്റ്സ് ആണ്. ഈത്തപ്പഴം. ഓക്കെ. എ ഫ്രൂട്ട് വിച്ച് ഗ്രോസ് ഡെസേർട്ട് ഇൻ കോമൺ. അപ്പോൾ അത് മരുഭൂമിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് വളരുന്നത്. നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയത് ഡേറ്റ്സ് ആണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് വെജിറ്റേഷൻ ഇൻ ഡെസേർട്ട്? ഡെസേർട്ടിലെ വെജിറ്റേഷനെ കുറിച്ച് നിങ്ങളോട് നോട്ട് എഴുതാനാണ് പറഞ്ഞത്. ഡിസ്ക്രൈബ് ദ ക്ലൈമാറ്റിക് ഫീച്ചേഴ്സ് ഇൻ ഡെസേർട്ട്. പിന്നെ അവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഡെസേർട്ടിലെ പിന്നെ പ്ലാന്റ്സ് ഒക്കെ എന്താണെന്ന് നോക്കാം. കാക്ടി ആൻഡ് അക്കേഷ്യ എക്സെട്ര ഫോം എ കോമൺ വെജിറ്റേഷൻ ഇൻ ദ ഡ്രൈ ലാൻഡ്. അപ്പോൾ നമുക്കറിയാം ഡെസേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വെള്ളം തീരെ കുറവാണ്. അവൈലബിലിറ്റി ഓഫ് വാട്ടർ ഈസ് ലെസ്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ കാക്റ്റിക്ക് മുള്ളുചെടികൾ ഉണ്ടാവില്ല, അങ്ങനത്തത് അക്കേഷ്യ, അതൊക്കെയാണ് അവിടുത്തെ കോമൺ വെജിറ്റേഷൻ. പ്രധാനപ്പെട്ട പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കാക്ടി ആൻഡ് അക്കേഷ്യ. ദ കാക്ടി ഹാവ് നോ ലീവ്സ്. നിങ്ങൾ ചെടി കണ്ടിട്ടുണ്ടാവും. അതിന് ലീവ്സ് ഒന്നുമില്ല. ഒൺലി ഫ്ലഷി സ്റ്റെം. അതിനെന്താണ്? ഒരു ഫ്ലഷി ആയിട്ടുള്ള മാംസളമായിട്ടുള്ള ഒരു സ്റ്റെമ്മ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കാക്ടി ഹാവ് നോ ലീവ്സ്, ഒൺലി ഫ്ലഷി സ്റ്റെം. കാക്ടി മേ ഗെറ്റ് ഒൺലി സം ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ ഫ്രം ദ ഡെസേർട്ട്. അപ്പോൾ ഡെസേർട്ടിൽ നിന്ന് ഒരു കുറച്ച് വെള്ളമുള്ളൂ ഈ കാക്ടിക്ക് കിട്ടുക. കാക്ടീസ് അവോയ്ഡ് ദ പോസിബിലിറ്റി ഓഫ് ഇവാപ്രേഷൻ വിത്തൗട്ട് ലീവ്സ്. ആ ലീവ്സ് ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ ദർ ഈസ് നോ ചാൻസ് ഓഫ് ഇവാപ്രേഷൻ. ഇവാപ്രേറ്റ് ചെയ്തിട്ട് വെള്ളം നഷ്ടപ്പെട്ടു പോവില്ല. എന്ത് കാരണം? അവിടെ ലീവ്സ് ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ്. നെക്സ്റ്റ് നമുക്ക് അവിടുത്തെ ക്ലൈമറ്റ് കണ്ടീഷനെ കുറിച്ച് എഴുതാം. ദോ ദ ഡേ ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ, നൈറ്റ്സ് ആർ കൂൾ ഹിയർ. അപ്പം ഡേ ടൈമിലുള്ള ചൂട് വളരെ ഹൈ ആണ്, എന്നാലും നൈറ്റ്സിൽ എന്താണ്? തണുപ്പുണ്ട്. സമ്മേഴ്സ് ആർ വെരി ഹോട്ട്. സമ്മർ എന്ന് പറയുന്നത് ഭയങ്കര ഹോട്ടാണ്. ബട്ട് വെരി ലോ ടെമ്പറേച്ചർ ഈസ് എക്സ്പീരിയൻസ്ഡ് ഇൻ വിൻറ്റേഴ്സ്. ദ എമൗണ്ട് ഓഫ് റെയിൻഫാൾ ഈസ് വെരി ലെസ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നമുക്ക് ഡെസേർട്ടിലെ ക്ലൈമറ്റിനെ കുറിച്ച് എഴുതാം. എന്തൊക്കെ എഴുതാം? ദോ ദ ഡേ ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ. ഡേ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. നൈറ്റ്സ് ആർ കൂളാണ്. സമ്മേഴ്സ് ആർ വെരി ഹോട്ട് ബട്ട് വെരി ലോ ടെമ്പറേച്ചർ ഈസ് എക്സ്പീരിയൻസ്ഡ് ഇൻ വിൻറ്റേഴ്സ്. ദ എമൗണ്ട് ഓഫ് റെയിൻഫാൾ ഈസ് വെരി ലെസ്. ഓക്കെ. ഇനി നമുക്ക് ഡെസേർട്ടിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ഫോളോയിങ് ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഡെസേർട്ടുകൾ എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കണം. സഹാര, കാലാഹാരി ഒക്കെ എവിടെയാണ്? ആഫ്രിക്കയിലാണ്. സഹാര ആൻഡ് കാലാഹാരി എവിടെയാണുള്ളത്? ആഫ്രിക്കയിലുള്ള 2 ഡെസേർട്ടാണ് സഹാര. അപ്പോൾ സഹാര സിറ്റുവേറ്റഡ് ഇൻ ആഫ്രിക്ക, പിന്നെ അതേപോലെ തന്നെ കാലാഹാരി. ഇനി ഏഷ്യയിൽ 3 ഡെസേർട്ട് ഉണ്ട്. ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഡെസേർട്ട് ഉണ്ട്. അതിൽ ഫേമസ് ആയിട്ടുള്ള അറേബ്യൻ ഡെസേർട്ട്, താർ ഡെസേർട്ട് നമ്മുടെ ഇന്ത്യയിൽ രാജസ്ഥാനിലാണുള്ളത്. പിന്നെ ഗോബി ഡെസേർട്ട്. അത് 3ഉം എവിടെയാണ്? ഏഷ്യയിലാണ്. നെക്സ്റ്റ് ഓസ്ട്രേലിയ ആണ്. ഓസ്ട്രേലിയയുള്ളത് ഗ്രേറ്റ് ഓസ്ട്രേലിയൻ ഡെസേർട്ട്, ഗ്രേറ്റ് വിക്ടോറിയൻ ഡെസേർട്ട്, അങ്ങനെ 2 ഡെസേർട്ടാണുള്ളത്. പിന്നെ അറ്റക്കാമ ഉള്ളത് സൗത്ത് അമേരിക്കയിലാണ്. മൊഹാവെ നോർത്ത് അമേരിക്കയിലാണ്. അന്റാർട്ടിക് ഡെസേർട്ട് അന്റാർട്ടിക്കയിലാണ്. ഇതിൽ ആഫ്രിക്കയിലും ഏഷ്യയിലുള്ളത് ഒരുപാട് ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട്. അറ്റക്കാമയും മൊഹാവിയും ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഒന്നും കൂടി പറയാം. സഹാര, കാലാഹാരി ആഫ്രിക്കയിലാണ്. അറേബ്യൻ, താറ്, ഗോബി ഏഷ്യയിലാണ്. ഓസ്ട്രേലിയ നമുക്ക് മനസ്സിലാവും. ഓസ്ട്രേലിയൻ റിസൾട്ട് വിക്ടോറിയൻ ഓസ്ട്രേലിയയിലാണ്. അറ്റക്കാമ സൗത്ത് അമേരിക്കയിലാണ്. മൊഹാവെ നോർത്ത് അമേരിക്കയിലാണ്. അന്റാർട്ടിക് ഡെസേർട്ട് പിന്നെ ഇങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, നമുക്ക് അന്റാർട്ടിക്കയിലാണെന്ന് അറിയാം. ഇനി ഇവിടെയൊക്കെ ഉള്ള
ജനങ്ങളുണ്ട്, ഗോത്രവർഗ്ഗക്കാർ, ട്രൈബ്സ് അറിയാമല്ലോ. നമ്മളിവിടെയൊക്കെ നമ്മുടെ കേരളത്തിൽ വയനാട്ടിൽ ഒരുപാട് ആദിവാസികളുണ്ട്, പാലക്കാട് അട്ടപ്പാടിയിലുണ്ട് ആദിവാസികൾ. അതേപോലെ തന്നെ അവിടെയും കുറേ അവിടുത്തെ വനത്തിൽ തന്നെ ജീവിക്കുന്ന, അല്ലെങ്കിൽ ആ ഡെസേർട്ട് തന്നെ ജീവിക്കുന്ന, ആ ഒരു പ്രത്യേക സ്ഥലത്ത് തന്നെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കാലാഹാരിയിൽ ജീവിക്കുന്ന ആൾക്കാരെ ട്രൈബ്സിനെ വിളിക്കുന്ന പേരാണ് ബുഷ്മൻ. എന്താണ്? ബുഷ്മൻ. കാലാഹാരി, ബുഷ്മൻ. അതേപോലെ വെസ്റ്റേൺ സൈഡിലാണ് ത്വറാഖ് എന്നാണ് അവരുടെ വിളിക്കുന്നത്. അറേബ്യൻ സൈഡിൽ ബെഡോയിൻസ് എന്നാണ് വിളിക്കുന്നത്. ഈ പേരുകൾ നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക, പല എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 5 നമ്മൾ ക്വസ്റ്റ്യൻ മാത്രമല്ല അതിനോടനുബന്ധിച്ച് പാഠപുസ്തകത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആക്ടിവിറ്റി 5. മിഡീവൽ പീരീഡ് ഇൻ ഇന്ത്യ കോൺട്രിബ്യൂട്ട് എ ലോട്ട് ടു ദ സ്കൾപ്ചേഴ്സ് ആൻഡ് ആർക്കിടെക്ചർ. അപ്പോൾ മിഡീവൽ പീരീഡ് നമ്മൾ ഇന്ത്യയിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ആ ചാപ്റ്റർ. അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഒരുപാട് നിർമ്മിതികളൊക്കെ വന്ന കാലഘട്ടമാണ് ഈ മിഡീവൽ പീരീഡ് എന്ന് പറയുന്നത്. ഈവൻ നോ ദേ ആർ ദ സിമ്പിൾസ് ഓഫ് റിച്ച് ആൻഡ് ഡൈവേഴ്സ് കൾച്ചറൽ ട്രഡീഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ആ ട്രഡീഷൻ വിളിച്ചോതുന്ന ശില്പങ്ങളും അതേപോലെ തന്നെ നിർമ്മിതികളുമാണ് നമ്മുടെ ഡൽഹിയും മധ്യപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നെയിം ദ 2 മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് മൂവ്മെൻറ്റ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് ലിറ്ററേച്ചർ അറ്റ് ദാറ്റ് ടൈം. ആ ടൈമിൽ ലിറ്ററേച്ചർ, അതായത് സാഹിത്യ രംഗത്ത് ഉണ്ടായ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ്, പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? എന്താണ്? ദ ഭക്തി മൂവ്മെൻറ്റ് ആൻഡ് സൂഫി മൂവ്മെൻറ്റ്. 2 മൂവ്മെൻറ്റാണ്. കുറേ മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രശസ്തമായിട്ട് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് മിഡീവിയൽ പീരീഡിൽ നമുക്ക് പറയാനുള്ളത് ഭക്തി മൂവ്മെൻറ്റും സൂഫി മൂവ്മെൻറ്റും ആണ്. ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് വർ സം ഓഫ് സാലൻറ്റ് ഫീച്ചേഴ്സ് ഫൗണ്ട് ഇൻ ദ പോയംസ് ഓഫ് ദാറ്റ് ടൈം. അപ്പോൾ ആ സമയത്ത് ഒരുപാട് കവിതകൾ, ഒരുപാട് ഗസൽസ് ഒക്കെ ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സിഗ്നിഫിക്കൻറ്റ് ഒരു ഫീച്ചർ ഉണ്ട്. എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ പോയറ്റ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ് റോട്ട് ഇൻ ദ ലാംഗ്വേജ് ഓഫ് കോമൺ പീപ്പിൾ. അതാണ് ഇമ്പോർട്ടൻ്റ്. ആ മൂമെൻറ്റിൽ അവരെഴുതിയ രചനകളൊക്കെ സാധാരണ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന ഭാഷയിലായിരുന്നു. അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ദ പോയറ്റ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ് റോട്ട് ഇൻ ദ ലാംഗ്വേജ് ഓഫ് കോമൺ പീപ്പിൾ. അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് ശ്രദ്ധ ആൾക്കാർക്ക് കിട്ടി. കാരണം എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, മലയാളം ഈസ് ഓൾസോ എ ലാംഗ്വേജ് വിച്ച് ഇസ് ഡെവലപ്ഡ് ത്രൂ ദിസ് മൂവ്മെൻറ്റ്. അപ്പം മലയാളം ഒരുപാട് മൂവ്മെൻറ്റ്സ് ത്രൂ ദിസ് മൂവ്മെൻറ്റ് ഒരുപാട് വികാസം പ്രാപിച്ച ഒരു ഭാഷയാണ്. നെയിം ദ ഫേമസ് പോയറ്റ് ഹു ഈസ് ദ ഫാദർ ഓഫ് മലയാളം ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മലയാള ഭാഷയുടെ പിതാവ്, ഫാദർ ഓഫ് മലയാളം ലാംഗ്വേജ് എന്നറിയപ്പെടുന്നത് ആരാണ്? തുഞ്ചത്ത് എഴുത്തച്ഛനാണ്. അപ്പോൾ എഴുത്തച്ഛൻ്റെ പേര് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. പിന്നെ ഫാദർ ഓഫ് മലയാളം ലാംഗ്വേജ്. നെക്സ്റ്റ്, നെയിം എനി ഓഫ് ഹിസ് മേജർ വർക്ക്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രശസ്തമായ 2 വാക്കുകൾ എഴുതാനാണ് പറഞ്ഞത്. അധ്യാത്മരാമായണം, പിന്നെ മഹാഭാരതം, കിളിപ്പാട്ട്. ഇങ്ങനെ 2 എണ്ണം നമുക്ക് എഴുതാം. ഓക്കെ, ഇനി അടുത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ The Bhakti movement and Sufi movement played a major role in the development of regional language and growth of literature in medieval India. Arrange the literary works, authors and regional language that developed by the influence of Bhakti Sufi movement in the correct order. അപ്പോൾ ഇവിടെ കുറച്ച് ലിറ്റററി വർക്കൊക്കെ തന്നിട്ടുണ്ട്. ഇത് തെറ്റിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് ശരിയാക്കി എഴുതുക. നിങ്ങൾക്ക് 4 മാർക്കാണ് കിട്ടുക. ഇവിടെ നന്നയ്യ, തുളസീദാസ്, എഴുത്തച്ഛൻ, കമ്പൻ. തെലുങ്ക്, ഹിന്ദി, മലയാളം, തമിഴ് 4 ഭാഷകളും തന്നിട്ടുണ്ട്. അവരുടെ വർക്കുകളും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നന്നയ്യ, മഹാഭാരത തെലുങ്കിൽ മഹാഭാരതം എഴുതിയ ആളെ പേരാണ് നന്നയ്യ. തുളസീദാസ് ഹിന്ദിയിലാണ് രാമചരിതമാനസ്. എന്താണ്? രാമചരിതമാനസ് എഴുതിയത് ആരാണ്? തുളസീദാസാണ്. എഴുത്തച്ഛൻ നമുക്കറിയാം അധ്യാത്മരാമായണം മലയാളം. കമ്പർ തമിഴിലെ ഒരു കവിയാണ്. കമ്പരാമായണം എന്നാണ് അദ്ദേഹം എഴുതിയ വർക്കിൻ്റെ പേര്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. നന്നയ്യ എവിടെയാണ്? നന്നയ്യ മഹാഭാരത തെലുങ്കിലാണ്. തുളസീദാസ് ഹിന്ദിയിലാണ്. രാമചരിതമാനസാണ് എഴുതിയിരിക്കുന്നത്, ഹിന്ദിയിലാണ്. എഴുത്തച്ഛൻ മലയാളത്തിലാണ്. ഓക്കെ,
കമ്പരാമായണം തമിഴിലാണ്. ഓക്കെ, ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് 4 മാർക്കാണ് കിട്ടുക. ഇനി അടുത്തത് പിക്ക് ഔട്ട് ദ മെയിൻ റീസൺ ഫോർ ദ പ്രോഗ്രസ് ഓഫ് ലിറ്ററേച്ചർ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്. ഭക്തി മൂവ്മെൻറ്റിൽ ഈ ലിറ്ററേച്ചറൊക്കെ വളരെയധികം പ്രോഗ്രസ്സായി ഡെവലപ്ഡായി. അതിന് കാരണം എന്താണ്? The leaders of Bhakti movement were strong. The poets of Bhakti movement wrote in language of the common people. Financial aid was provided to the poet. More importance was given to foreign language. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അവർ എഴുതിയിരിക്കുന്നത് they wrote in the language of common people. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അവരുടെ രചനകളൊക്കെ നടത്തിയത്. അപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല, ക്വസ്റ്റ്യൻ പേപ്പറോട് അനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് ഫാക്ട്സുകളും നിങ്ങൾക്ക് കിട്ടി. ഇനിയും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.